പ്രളയം പോയിട്ട് ഒരു മഴ പോലും ഇല്ലാത്ത മരുഭൂമിയിലിരുന്ന് കപ്പലുണ്ടാക്കിയിരുന്ന നോഹ് നബിയെ നാട്ടുകാർ മുഴുവനും കളിയാക്കിയില്ലേ? എന്നിട്ട് എന്തുണ്ടായി? ആദ നബി അലൈഹി ഇസ്ലാമിൻ്റെ 10 തലമുറകൾക്ക് ശേഷമാണ് നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലഘട്ടം വരുന്നത്. യൂഫട്രീസിൻ്റെയും ടൈഗ്രീസിൻ്റെയും ഇടയിലുള്ള ഇറാഖ് എന്ന പ്രദേശം. അവിടെ ലാമക് എന്നായിരുന്നു ആ മനുഷ്യൻ്റെ പേര്. അവരുടെ ഭാര്യയായിരുന്ന ഷംഹ അവർ ഗർഭിണിയാകുന്നു. അവരുടെ കുഞ്ഞിനെ അവർ നൂഹ് എന്ന് പേര് വിളിക്കുന്നു. വളരെ മനോഹരമായ ഒരു നാടായിരുന്നു അത്. പ്രകൃതിയുടെ സുന്ദരമായ അനുഗ്രഹങ്ങളുള്ള ആ മരുഭൂമി. അവിടെ കൃഷികളും കന്നുകാലികളെ വളർത്തലൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു മനോഹരമായ കുടുംബവും ഗ്രാമവും ഒക്കെ. ഇദ്രീസ് നബി അലൈഹി സ്വലാമിൻ്റെ കൽപ്പനകളിൽ ജീവിക്കുന്ന ഒരുപാട് നല്ല മനുഷ്യർ അക്കാലത്തുണ്ടായിരുന്നു. ഇലാഹായ റബ്ബിനെ ആരാധിച്ച് ജീവിക്കുന്ന ഒരുപാട് മനുഷ്യർ. പക്ഷേ ആ കാലയളവിലും വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന മുൻപ് കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ഒരുപാട് മഹാന്മാരായ മനുഷ്യരെ അവരെ ആദരിക്കുന്നതിൻ്റെ പേരിൽ മുൻകാലത്ത് പ്രപിതാക്കൾ ഉണ്ടാക്കി വച്ചിരുന്ന വിഗ്രഹങ്ങളെ പിന്നീട് കാലക്രമേണ പതിയെ അത് വിഗ്രഹാരാധനകളിലേക്ക് വഴിമാറുകയും ശേഷം അള്ളാഹുവിനിലേക്ക് അവരെയൊക്കെ പങ്കുകാരാക്കി ചേർക്കുന്ന തരത്തിലേക്ക് അവർ അതിനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് അത് മാറുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ഈ നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിലേക്കും ഇതുപോലെയുള്ള വിഗ്രഹാരാധനകൾ കടന്നു വരുന്നത്. നൂഹ് നബി അലൈഹി ഇസ്ലാമിന് 40 വയസ്സെത്തിയപ്പോഴാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അതേപോലെ തന്നെ നുബൂവത്ത് ലഭിക്കുന്നത്. ശേഷം ഈ സമൂഹത്തിൽ നിലനിന്നിരുന്ന ഇതുപോലെയുള്ള നീചമായ പ്രവൃത്തികൾക്കെതിരെ നൂഹ് നബി അലൈഹി സ്വലാം സംസാരിച്ചു തുടങ്ങുന്നു. ഇദ്രീസ് നബി അലൈഹി സ്വലാമിൻ്റെ ആദർശങ്ങളും അവരുടെ വഴിയിൽ നിന്ന് പിന്മാറിയ ഈ സമൂഹത്തിനെ അള്ളാഹുവിൻ്റെ ഏകമായ വിശ്വാസത്തിലേക്കും അവൻ്റെ മതത്തിലേക്കും ഒക്കെ നൂഹ് നബി അലൈഹി സ്വലാം ആളുകളെ ക്ഷണിക്കാൻ തുടങ്ങുന്നു. പക്ഷേ ആരും തന്നെ നൂഹ് നബി അലൈഹി സ്വലാമിന് ചെവി കൊടുക്കുന്നില്ല. ആരും നൂഹ് നബി അലൈഹി സ്വലാം പറയുന്നത് ശ്രദ്ധിക്കുക പോലും ചെയ്യുന്നില്ല. വർഷങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോകുന്നു. ചരിത്രം രേഖപ്പെടുത്തുന്നു 950 വർഷമാണ് നൂഹ് നബി അലൈഹി ഇസ്ലാം തൻ്റെ സമൂഹത്തെ സത്യത്തിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിച്ചത്. എത്രത്തോളം എന്ന് വെച്ചാൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറയുന്നുണ്ട്, എൻ്റെ സഹോദരനായ നൂഹ് നബിയുടെ അത്രത്തോളം ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട മറ്റൊരു പ്രവാചകനില്ല. ഈ 950 വർഷക്കാലവും അദ്ദേഹം തൻ്റെ ജനങ്ങളിൽ നിന്ന് അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു. ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ ഒരു ദിവസം 10 ആളുകളെങ്കിലും അദ്ദേഹത്തിൻ്റെ മേലിലേക്ക് ചാടി വീഴുന്നു. അദ്ദേഹത്തെ ക്രൂരമായിട്ട് പ്രഹരിക്കുന്നു. ദിവസവും അദ്ദേഹം ബോധരഹിതനായിട്ട് വീഴുന്നു. അവസാനിക്കുന്നില്ല. അദ്ദേഹം ബോധരഹിതനായി വീണത് കണ്ട് ഈ ആളുകൾ നൂഹ് നബി അലൈഹി സ്വലാമിനെ ഒരു പുതപ്പിൽ പൊതിഞ്ഞ് മരിച്ചു എന്ന് വിചാരിച്ച് എവിടെയെങ്കിലും കൊണ്ടുപോയി ഉപേക്ഷിക്കുന്നു. അദ്ദേഹം അവിടെ നിന്ന് വീണ്ടും ബോധം തെളിഞ്ഞ് ഇതേ ആളുകളുടെ അടുത്തേക്ക് വീണ്ടും വരുന്നു. എന്നിട്ട് പറയുന്നു, നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കണം, നിങ്ങൾ ഏകനായ ദൈവത്തെ പറ്റി അറിയണം, നിങ്ങൾ ഈ ആരാധിക്കുന്ന ഈ വിഗ്രഹങ്ങൾക്കും കല്ലുകൾക്കും ജീവനില്ല, നിങ്ങൾ പറയുന്നത് പോലും അവ കേൾക്കുന്നില്ല, നിങ്ങൾ എന്തിനാണ് ഇതിനെ ആരാധിക്കുന്നത്? ഈ ആകാശഭൂമി മുഴുവനും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഏകനായ റബ്ബിൻ്റെ ഈ അനുഗ്രഹങ്ങളെ നിങ്ങൾ കണ്ടില്ല എന്നടിക്കുകയാണോ എന്ന് തുടങ്ങി അദ്ദേഹം വേദനയോടുകൂടെ അദ്ദേഹത്തിൻ്റെ ഈ പ്രബോധന ദൗത്യം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ദിവസവും അദ്ദേഹം ക്രൂരമായിട്ട് പീഡിപ്പിക്കപ്പെടുകയാണ്. ഓരോ ദിവസവും ഇതുപോലെ അദ്ദേഹം ആക്രമിക്കപ്പെടുന്നു. ചരിത്രം പറയുന്നുണ്ട് 3 തലമുറകളെയാണ് അദ്ദേഹം പ്രബോധനം നടത്തിയത്. അക്കാലത്ത് ആളുകളുടെ വയസ്സ് എന്നുള്ളത് 300-400ൻ്റെ ഇടയിലായിരുന്നു ശരാശരി ഒരു മനുഷ്യൻ്റെ ആയുസ്. നൂഹ് നബി അലൈഹി സ്വലാം 1000 വയസ്സ് വരെ ജീവിച്ചു. നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ ആളുകളുടെ 300-400ൻ്റെ വയസ്സിനിടയിൽ അദ്ദേഹം 3 തലമുറകളെ അദ്ദേഹം കണ്ടിട്ടുണ്ട്. അഥവാ അദ്ദേഹം പ്രബോധന ദൗത്യം തുടങ്ങിയത് മുതൽ പിന്നെ അദ്ദേഹം അവസാനിക്കുമ്പോൾ ഈ ആളുകളുടെ പേരക്കുട്ടികളെ വരെ ഇദ്ദേഹം ഈ മതത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. പക്ഷേ ഓരോ പിതാക്കന്മാരും അവർ മരണത്തിൻ്റെ അവസാന നിമിഷം മരണരോഗങ്ങളിൽ പെട്ട് പുളയുമ്പോൾ പോലും തൻ്റെ മക്കൾക്ക് കൊടുക്കാനുണ്ടായിരുന്ന ഒരു ഉപദേശം ഇതായിരുന്നു. ആ ഭ്രാന്തനായ നൂഹ് പറയുന്നത് നിങ്ങൾ ഒരിക്കലും കേൾക്കരുത്, നമ്മുടെ കുടുംബം അതോടെ തകർന്നു പോകും, അവനെ എപ്പോഴും നിങ്ങൾ എതിർത്ത് നിൽക്കുക തന്നെ ചെയ്യണം എന്നതായിരുന്നു മരണസമയത്ത് ഓരോ പിതാക്കളും തങ്ങളുടെ മക്കൾക്ക് കൊടുത്തുകൊണ്ടിരുന്ന വസിയ്യത്ത്.
പിന്നെ എങ്ങനെയാണ് നൂഹ് നബി അലൈഹി സ്വലാമിനെ ആളുകൾ വിശ്വസിക്കുക? ഒരു പിതാവും ഒരു കുട്ടിയും ഇങ്ങനെ നടന്നു പോകുമ്പോൾ നൂഹ് നബി അലൈഹി സ്വലാമിനെ കണ്ടാൽ ആ പിതാവ് ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കും, നീ ഒരിക്കലും അവൻ അനുസരിക്കരുത്, അവനെ നിങ്ങൾ നിരന്തരം എതിർക്കുക തന്നെ ചെയ്യണം. ഉടനെ ആ പിതാവിൻ്റെ കയ്യിലുള്ള വടി വാങ്ങിക്കൊണ്ട് ആ കുട്ടി നൂഹ് നബി അലൈഹി സ്വലാമിനെ തല്ലുകയാണ്. അങ്ങനെ ഓരോരുത്തരും തച്ച് പഠിക്കുന്നത് തന്നെ പ്രവാചകനായ നൂഹ് നബി അലൈഹി സ്വലാമിനെയാണ്. ഇത്രത്തോളം ക്രൂരമായി ഒരു മനുഷ്യൻ പീഡിപ്പിക്കപ്പെടുകയാണ്. അതും കേവലം 1-2 വർഷമല്ല, 950 വർഷക്കാലം അദ്ദേഹം ഇതേ പീഡന മുറകളിലൂടെയാണ് അദ്ദേഹം കഴിഞ്ഞു പോകുന്നത്. അങ്ങനെ ദിവസവും ഇതിങ്ങനെ തുടർന്നു പോയപ്പോൾ ആരും നൂഹ് നബി അലൈഹി സ്വലാമിനെ കാര്യമാക്കി എടുക്കാതായി, അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കാതെയായി. അപ്പോൾ നൂഹ് നബി അലൈഹി സ്വലാം ഓരോ മനുഷ്യരുടെ അടുത്തേക്കും പേഴ്സണലായിട്ട് ചെല്ലുന്നു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ചെവിയിൽ വളരെ പരമരഹസ്യമായിട്ട് സംസാരിക്കുന്നു, ഞാൻ നിനക്കൊരു ഉപദേശം തരട്ടെയോ? അദ്ദേഹം അതേന്ന് പറയുന്നു. ശേഷം അള്ളാഹുവിനെ പറ്റി പരിചയപ്പെടുത്തി തുടങ്ങുന്നു. ഉടനെ നൂഹ് നബി അലൈഹി സ്വലാമിനെ അവിടെ നിന്ന് ആട്ടിയോടിക്കുന്നു. നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ കഴുത്തിൽ കയറ് കെട്ടിയിട്ട് വലിക്കുകയാണ് അവർ. അങ്ങനെ ആ വഴിയിലൂടെ നീളം നടന്ന് അദ്ദേഹം ബോധരഹിതനായിട്ട് അവിടെ വീഴുകയാണ്. അദ്ദേഹത്തെ മരിച്ചു എന്ന് കരുതിയിട്ട് അവർ ഒരു വസ്ത്രത്തിൽ പൊതിഞ്ഞ് വിദൂര ദിക്കുകളിൽ കൊണ്ടുപോയി ഇടുന്നു. ബോധം തിരിച്ചു വരുമ്പോൾ നൂഹ് നബി അലൈഹി സ്വലാം വീണ്ടും അവിടേക്ക് വരുന്നു. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ അദ്ദേഹം വീണ്ടും അതേ മനുഷ്യരെ, തന്നെ പീഡിപ്പിച്ച അതേ മനുഷ്യരുടെ അടുത്തേക്ക് ചെന്നിട്ട് വീണ്ടും അള്ളാഹുവിനെ പറ്റി സംസാരിക്കുകയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, അള്ളാഹുവേ, നീ ഇവർക്ക് പുറത്തു കൊടുക്കണേ അല്ല, തങ്ങളെ ഇത്രത്തോളം ക്രൂരമായിട്ട് പീഡിപ്പിക്കുമ്പോഴും അതേ മനുഷ്യർക്ക് വേണ്ടിയിട്ട് നൂഹ് നബി അലൈഹി സ്വലാം പ്രാർത്ഥിക്കുകയാണ്, നീ ഇവർക്ക് പുറത്തു കൊടുക്കണേ. ശേഷം ആ ജനങ്ങളുടെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളൊരു കാരണവശാലും പേടിക്കേണ്ടതില്ല, നിങ്ങൾ ഈ ചെയ്ത തെറ്റുകൾക്കെല്ലാം അള്ളാഹു നിങ്ങൾ പക്ഷാതപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുറത്തു തരും. അതുകൊണ്ട് ഏകനായ റബ്ബിൻ്റെ ഈ മാർഗത്തിലേക്ക് നിങ്ങൾ കടന്നു വരൂ എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരം ആ മനുഷ്യരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടാണ് നൂഹ് നബി അലൈഹി സ്വലാം ആ 950 വർഷക്കാലവും ജീവിച്ചത്. ഈ വാക്കുകളൊക്കെയും കേൾക്കുന്ന സമയത്ത് അവർ നൂഹ് നബി അലൈഹി സ്വലാമിനെ കല്ലെടുത്ത് എറിയുന്നു, ഉപദ്രവിക്കുന്നു, ആക്രമിക്കുന്നു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നു. അവർ മറുപടി പറയുന്നുണ്ട്, ഒരു ദൈവം അവൻ്റെ ദൂതനായിട്ട് ഒരാളെ അയക്കുകയാണെങ്കിൽ അത് കേവലം നിന്നെപ്പോലെ ഒരു മനുഷ്യനാകുമായിരുന്നില്ല, അതൊരു മലക്കാകുമായിരുന്നു, അത്രയും ഉന്നതയിലുള്ള ആളാകുമായിരുന്നു. എങ്ങനെയാണ് ഞങ്ങൾ നിങ്ങളെ വിശ്വസിക്കുക എന്ന് ചോദിക്കുന്നു. ആ സമയത്ത് ഖുർആൻ അവിടെ ഇടപെടുന്നുണ്ട്. എല്ലാ പ്രവാചകന്മാരോടും അവർ ഇതേ വാക്കുകൾ, ശത്രുക്കൾ ഇതേ വാക്കുകൾ ചരിത്രത്തിൽ ഉടനീളം പറയുന്നതായിട്ട് നമുക്ക് കാണാനാവും. ആ സമയത്ത് അവർ പറയുന്നത് തന്നെയാണ്. നൂഹ് നബി അലൈഹി സ്വലാം അവരോട് പറയുന്നുണ്ട്, ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിന് മറുപടി കൊടുക്കുന്നുണ്ട്. മലക്കിനെയാണ് ഞാൻ അയക്കുന്നതെങ്കിൽ അവർ പറയുമായിരുന്നു, എങ്ങനെയാണ് ഞങ്ങൾക്ക് മലക്കിനെ അനുസരിക്കാനാവുക? അദ്ദേഹത്തിന് ഭക്ഷണമോ വെള്ളം കുടിക്കുകയോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല, ഞങ്ങളെപ്പോലെ ജീവിക്കുന്ന ഒരാളല്ല അദ്ദേഹം, പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ അദ്ദേഹത്തെ പറഞ്ഞ് എന്നതനുസരിക്കുക തുടങ്ങി. മലക്കിനെ പറഞ്ഞാൽ അവർ ഇതായിരിക്കും പറയുക, മനുഷ്യനെ പറഞ്ഞയച്ചപ്പോൾ എന്തുകൊണ്ട് മലക്കിനെ അയച്ചില്ല എന്ന് ചോദിക്കുന്നു. ഇങ്ങനെ തുടങ്ങി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതേ മറുപടി മക്ക മുശ്രിക്കീങ്ങളോടും പറയുന്നുണ്ട്. അതാണ് ഖുർആൻ ഇടപെട്ട് സംസാരിക്കുന്നത്. അതേ വാക്യം തന്നെയാണ് നൂഹ് നബി അലൈഹി സ്വലാമിനോടും അക്കാലത്ത് ജീവിച്ചിരുന്ന ജനത ചോദിക്കുന്നത്. അങ്ങനെ ഇത്രയും വർഷത്തോളം നൂഹ് നബി അലൈഹി സ്വലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നിരന്തരം പ്രാർത്ഥിക്കുകയാണ്, ഈ മനുഷ്യരെ നീ നന്നാക്കണേ. അങ്ങനെ 950 വർഷം പൂർത്തിയായപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബി അലൈഹി സ്വലാമിനോട് പറയുന്നുണ്ട്, നൂഹ് പ്രവാചകനെ, ഇനി നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതില്ല, ഇവരിൽ നിന്ന് ഒരാളും ഇനി നന്നാവാൻ പോകുന്നില്ല. ആ സമയത്ത് നൂഹ് നബി അലൈഹി സ്വലാം പ്രാർത്ഥിക്കുന്നു, അള്ളാഹുവേ, ഒരു മനുഷ്യനെയും അവശേഷിപ്പിക്കാതെ എല്ലാവരെയും നീ ഈ ഭൂലോകത്ത് നിന്ന് തുടച്ചു നീക്കണം. ശിക്ഷയുടെ മുന്നറിയിപ്പുകൾ വരാൻ തുടങ്ങി. മഴയില്ലാതായി, വരൾച്ച അനുഭവപ്പെട്ടു തുടങ്ങി. ഏറ്റവും ചെറിയ ശിക്ഷയായിരുന്നു അത്. ആ സമയത്ത് നൂഹ് നബി അലൈഹി സ്വലാം വീണ്ടും ആളുകൾക്കിടയിലൂടെ ഇറങ്ങിയിട്ട് സംസാരിക്കുന്നുണ്ട്, നിങ്ങൾ അള്ളാഹുവിൻ്റെ ശിക്ഷയെ പറ്റി ഭയക്കണം, നിങ്ങൾ അള്ളാഹുവിൻ്റെ ശിക്ഷ നിങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്, നിങ്ങളിതിനെ ഭയക്കണമെന്ന് പറയുമ്പോൾ ആളുകൾ അവിടെയും നൂഹ് നബി അലൈഹി സ്വലാമിന് ചെവി കൊടുക്കുന്നില്ല. അങ്ങനെ ഒരു ദിവസം ജിബ്രീൽ അലൈഹി സ്വലാമിനെ പറഞ്ഞയച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബിയോട് ഒരു കപ്പൽ നിർമ്മിക്കാൻ പറയുന്നു. നൂഹ് നബി അലൈഹി സ്വലാം തിരിച്ചു ചോദിക്കുന്നു, കപ്പലോ? അതെന്താണ് റബ്ബേ? ആ സമയത്ത് അള്ളാഹു മറുപടി പറയുന്നുണ്ട്, ഓരോ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരാം, നീ ഞാൻ പറയുന്നത് എന്താണോ അതുപോലെ ചെയ്താൽ മതി. അങ്ങനെ ജിബ്രീൽ അലൈഹി സ്വലാം ഭൂമിയിൽ നാട്ടിയ ഒരു സൈത്തൂൻ മരം, ആ സൈത്തൂൻ മരം വളർന്ന് വലുതായി അതിൻ്റെ പലകകൾ എടുത്തിട്ട് ഇവർ വിശ്വസിച്ചിരുന്ന വളരെ കുറഞ്ഞ ആളുകൾ
ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് 9 ആളുകൾ എന്നതാണ്. 9 ആളുകൾ 950 വർഷക്കാലം പ്രബോധനം ചെയ്തിട്ട് അടിമകളും ദരിദ്രരുമായിരുന്ന വെറും 9 മനുഷ്യരാണ് നൂഹ് നബിയിൽ വിശ്വസിച്ചത്. പിന്നീട് ഈ കപ്പലിലേക്ക് വരുന്ന 80 ആളുകൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ഈ 9 ആളുകളുടെ ബന്ധുക്കളും മിത്രാദികളൊക്കെയാണ് ഈ പ്രളയം മുന്നിൽ കണ്ടിട്ട് ഇസ്ലാം വിശ്വസിച്ചിട്ട് പിന്നീട് വരുന്നത്. മൊത്തത്തിൽ 80 ആളുകളാണ് ഈ നൂഹ് നബി അലൈഹി സ്വലാം 950 വർഷക്കാലം പ്രബോധനം നടത്തിയിട്ട് വിശ്വസിച്ച് വന്ന ആളുകൾ. അങ്ങനെ ഈ സൈത്തൂൻ മരത്തിൻ്റെ പാളികൾ കൊണ്ട് അള്ളാഹു ഓരോ കൽപ്പനയും നടത്തുന്നു. എങ്ങനെയാണ് ഇത് നിർമ്മിക്കേണ്ടത്, എവിടെയാണ് ആണിയടിക്കേണ്ടത്, ഇങ്ങനെ ഓരോ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കുന്നു. അങ്ങനെ ഭൂമിയിൽ ആദ്യമായിട്ടൊരു മനുഷ്യൻ കപ്പൽ നിർമ്മിക്കുന്നു. എന്താണ് കപ്പൽ, എങ്ങനെയാണത് നിർമ്മിക്കേണ്ടത്, എല്ലാവിധ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബി അലൈഹി സ്വലാമിനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ മരുഭൂമിയിൽ നൂഹ് നബി അലൈഹി സ്വലാമും തൻ്റെ ദരിദ്രരായ അടിമകളായ അനുയായികളും ഒരു കപ്പൽ നിർമ്മിക്കുകയാണ്. നാട്ടുകാരായ ആളുകൾ ഇതും വിടുന്നില്ല, അവർ അവിടേക്ക് വരുന്നു. എന്നിട്ട് പറയുന്നു, ഇന്നലെ വരെ പ്രവാചകനായിരുന്നു, ഇന്ന് നീ ഇപ്പോൾ ആശാരിയായി മാറിയോ, എന്താണിത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് പറയുന്നത് കപ്പലാണ്, ജലത്തിലൂടെ വെള്ളത്തിലൂടെ പോകുന്ന കപ്പലാണെന്നൊക്കെ പറയുന്ന സമയത്ത് ഒരു മറുപടി അറിയുന്നുണ്ട്, ഇവിടെ കടൽ പോയിട്ടൊരു മഴ പോലും ഇല്ലാത്ത ഈ മരുഭൂമിയിലാണ് നിങ്ങൾ ഈ കപ്പൽ ഉണ്ടാക്കുന്നത് എന്ന്. അവിടെയും നൂഹ് നബി അലൈഹി സ്വലാമിനെ പരിഹസിക്കുകയാണ്. ഇപ്പം നിങ്ങൾ ആശാരിയായി മാറിയോ എന്നൊക്കെ ചോദിച്ച് അവർ പരിഹാസത്തിൻ്റെ കൂരമ്പുകളാണ് നൂഹ് നബി അലൈഹി സ്വലാമിനെതിരെ അവർ എയ്യുന്നത്. അതേ സമയത്ത് ആളുകൾ വന്നുകൊണ്ട് വീണ്ടും നൂഹ് നബി അലൈഹി സ്വലാമിനോട് ചോദിക്കുന്നുണ്ട്, എവിടെ നൂഹ് നിന്റെ ശിക്ഷ, ഇത്രയും കാലം ഞങ്ങളെ നീ പറഞ്ഞിരുന്ന ശിക്ഷ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നൂഹ് നബി അലൈഹി സ്വലാം വേദനയോടുകൂടെ പറയുന്നുണ്ട്, അത് അള്ളാഹു മാത്രമാണ് ഇതിൻ്റെ ഉത്തരവാദി, നിങ്ങൾ തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങൂ, വലിയ ശിക്ഷയാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്, നിങ്ങൾ ഈ അള്ളാഹു പറയുന്ന കൽപ്പനകൾ പ്രകാരം അവൻ്റെ മതത്തിലേക്ക് കടന്നു വരൂ എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ വീണ്ടും അവിടെ പ്രബോധനം നടത്തുകയാണ്. തൗബ ചെയ്യാൻ എല്ലാവരെയും ക്ഷണിക്കുകയാണ്. പക്ഷേ ആരും നൂഹ് നബി അലൈഹി സ്വലാമിന് ചെവി കൊടുക്കുന്നില്ല എന്നുള്ളതായിരുന്നു യാഥാർത്ഥ്യം. അങ്ങനെ കപ്പലിൻ്റെ പണി പൂർത്തീകരിച്ചതോടുകൂടെ ഈ 80 ആളുകളും നൂഹ് നബി അലൈഹി സ്വലാമും അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ആ കപ്പലിൻ്റെ 3 തട്ടുകളാണ്, 3 തട്ടുകളുള്ള ഒരു കപ്പലാണ് അവർ നിർമ്മിക്കുന്നത്. അതിൻ്റെ ഒന്നാമത്തെ തട്ടിൽ ഭക്ഷണങ്ങളും അവർക്ക് വേണ്ടിയ ഉപകരണങ്ങളുമൊക്കെയാണ് ശേഖരിക്കുന്നത്. അള്ളാഹു അതിനുള്ള കൽപ്പനയാണ് കൊടുക്കുന്നത്. ഒരു വർഷത്തേക്ക് ഉപയോഗിക്കുന്ന ഇത്രയും ആളുകൾക്ക് ആവശ്യമായ ഭക്ഷണവും അതിനു വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങളും ഒക്കെയാണ് ഇവർ ഒന്നാമത്തെ തട്ടിൽ ശേഖരിക്കുന്നത്. 2ഉം 3ഉം തട്ടുകളിലായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബി അലൈഹി സ്വലാമിന് കൽപ്പന കൊടുക്കുന്നു, ഓരോ മൃഗങ്ങളെയും, ആ പ്രദേശങ്ങളിൽ നിലനിൽക്കുന്ന ഓരോ മൃഗങ്ങളെയും, ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നും ഓരോ ജോഡി വീതം, ഓരോ ഇണകളെ വീതം ആ കപ്പൽ പ്രവേശിപ്പിക്കണം. അങ്ങനെ നൂഹ് നബി അലൈഹി സ്വലാം ഓരോ മൃഗങ്ങളെയും അതിലേക്ക് പ്രവേശിപ്പിക്കുന്നു. ആ പ്രദേശത്ത് നിലനിന്നിരുന്ന ഓരോ മൃഗങ്ങളെയും അതിൻ്റെ ആൺ പെണ്ണെന്ന തലത്തിലേക്ക് അതിൻ്റെ വംശം മറ്റുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് നൂഹ് നബി അലൈഹി സ്വലാം എന്ത് ചെയ്യുന്നു, ആ മൃഗങ്ങളെ മുഴുവനും ആ കപ്പലിലേക്ക് പ്രവേശിപ്പിക്കുന്നുണ്ട്. ശേഷം ഈ ആളുകളെയും അവരും അതിലേക്ക് വേണ്ടിയിട്ട് പ്രവേശിപ്പിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ആയപ്പോൾ നൂഹ് നബി അലൈഹി സ്വലാം ചോദിക്കുന്നുണ്ട്, എപ്പോഴാണ് റബ്ബേ ഈ പ്രളയം ഉണ്ടാവുന്നത്? അടുപ്പ് കത്തുമ്പോൾ എന്നാണ് അള്ളാഹു നൂഹ് നബി അലൈഹി സ്വലാമിന് കൊടുക്കുന്ന മറുപടി. അങ്ങനെ ഈ മൃഗങ്ങളെ മുഴുവൻ കപ്പലിലേക്ക് പ്രവേശിപ്പിച്ചു. ഭക്ഷണവും അവർക്ക് വേണ്ട ഉപകരണങ്ങളും ഒക്കെ അതിലേക്ക് കയറ്റി. ഈ 80 ആളുകളും കപ്പലിലേക്ക് കയറി. അവസാനമായിട്ട് കുറച്ചാളുകൾ അതിൽ നിന്ന് അവർക്ക് ആവശ്യമായ റൊട്ടി ഇങ്ങനെ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ 3 മക്കളായിരുന്നു കപ്പലുണ്ടായിരുന്നത്. സാം, ഹാം, യാഫിസ് എന്ന 3 മക്കൾ. മാത്രമല്ല കൻആൻ എന്ന ഒരു മകൻ കൂടെ നൂഹ് നബി അലൈഹി സ്വലാമിനുണ്ടായിരുന്നു. അദ്ദേഹത്തെ ഒരുപാട് തവണ നൂഹ് നബി അലൈഹി സ്വലാം ഈ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ വേണ്ടി പറയുന്നുണ്ട്, പക്ഷെ അദ്ദേഹം സ്വീകരിക്കുന്നില്ല. അങ്ങനെ ഈ കൻആൻ എന്ന മകനും നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ ഭാര്യയും ഇസ്ലാം സ്വീകരിക്കാതെ അവരിതിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ്. അങ്ങനെ അവസാന ശ്രമമെന്നോണം ഈ റൊട്ടി ചുട്ടെടുക്കുന്ന വേളയിൽ ആ അടുപ്പിൽ നിന്ന് ഉറവ പൊട്ടുകയാണ്. ആ ഉറവ പൊട്ടിയതോടുകൂടെ ആളുകളൊക്കെ പരിഭ്രാന്തരായി. അടുപ്പിൽ നിന്നാണ് ഉറവ് വന്നിരിക്കുന്നത്. ആ സമയം മുതൽ ശക്തമായ മഴയും പെയ്യാൻ തുടങ്ങി. നൂഹ് നബി അലൈഹി സ്വലാമും ആളുകളൊക്കെ കപ്പലിൽ കയറി. അവർ ഈ അതിശക്തമായ പ്രളയം മുന്നിൽ കണ്ടുകൊണ്ട് അതിൻ്റെ ഭീമാകരമായ കാഴ്ച നേർക്കണ്ണിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത്രയും ശക്തമായ മഴ, എല്ലായിടത്തു നിന്നും ഉറവയെടുക്കുന്ന അതിശക്തമായ ഉറവയും. തൻ്റെ മകനെ കൻആനെ വെള്ളപ്പൊക്കത്തിൽ നൂഹ് നബി അലൈഹി സ്വലാം കാണുന്നുണ്ട്. ഉടനെ ആ കൻആനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, മോനെ നീ കപ്പലിലേക്ക് കയറൂ. ആ സമയത്ത് ആ കൻആൻ മറുപടി പറയുന്നുണ്ട്, ഉപ്പ ഞാനില്ല, ഞാൻ ആ കാണുന്ന മലയിൽ കയറി രക്ഷപ്പെട്ടോളാം.
ആ സമയത്ത് നൂഹ് നബി അലൈഹി സ്വലാം പറയുന്നുണ്ട്, ഒരു മലയും ഇന്ന് അവശേഷിക്കുകയില്ല, എല്ലാം അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഇന്ന് വെള്ളത്തിനടിയിലായി മാറുമെന്ന് പറയുന്നു. അതോടെ അവർക്കിടയിലേക്ക് ഒരു തിരമാല വന്ന് ആ ഉപ്പയുടെയും പിതാവിൻ്റെ ഇടയിൽ മറയിടുന്നു. ഉടനെ നൂഹ് നബി അലൈഹി സ്വലാം ആ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നതും അള്ളാഹു ഉടനെ അവിശ്വാസികളായ ആളുകൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് നൂഹ് നബി അലൈഹി സ്വലാമിനെ തിരുത്തുന്നതൊക്കെ നമുക്ക് അറിയുന്ന സുപരിചിതമായ ചരിത്രമാണ്. സൂറത്തുൽ ഖമറിലൂടെ അള്ളാഹു സൂചിപ്പിക്കുന്നുണ്ട്, അങ്ങനെ ഭീമാകരമായ ആ വെള്ളങ്ങൾ കൊണ്ട് ആകാശത്തിൻ്റെ കവാടങ്ങൾ നാം തുറന്നു കൊടുക്കുകയും വലിയ ഉറവകൾ നൽകി നാം വിചാരിച്ചൊരു കാര്യത്തിന് വേണ്ടി ആ വെള്ളമെല്ലാം സന്ധിക്കുകയും ചെയ്യുന്ന ആ ഞെട്ടിപ്പിക്കുന്ന ദിവസത്തിൻ്റെ ഭീമാകരമായ അതിൻ്റെ ഭീകരത ഓതുന്ന ആയത്തുകൾ സൂറത്തുൽ ഖമറിലൂടെ അള്ളാഹു പറഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെ അവരെ ആ കപ്പലിലൂടെ നാം സംരക്ഷിക്കുന്നു. ചിന്തിക്കുന്നവർക്ക് അതിൽ വലിയ ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഖമറിലൂടെ ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രം സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ബിസ്മില്ല എന്ന് പറയുമ്പോഴാണ് ആ കപ്പൽ സഞ്ചരിക്കുകയും അങ്ങനെ ദിവസങ്ങളോളം ആ സഞ്ചാരം അത് തുറന്നുകൊണ്ടിരിക്കുകയും വെള്ളം മുഴുവനും തളം കെട്ടി നിൽക്കുന്ന ആ പ്രളയബാധിത മേഖലകളിലൂടെ ആ കപ്പൽ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി. പ്രളയവുമായിട്ട് കപ്പലിൽ നൂഹ് നബി അലൈഹി സ്വലാമും സംഘവും ഈ മൃഗങ്ങളും ഒക്കെ അങ്ങനെ കഴിഞ്ഞുകൂടുകയാണ്. അങ്ങനെ ഭൂമിയിൽ അന്ന് അവശേഷിച്ചിരുന്ന ആ പ്രദേശത്തുണ്ടായിരുന്ന ആളുകളൊക്കെ അവരുടെ ജീവൻ നഷ്ടപ്പെട്ട് ആളുകൾ പുതിയൊരു സമൂഹമായി മാറിയതോടുകൂടെ നൂഹ് നബി അലൈഹി സ്വലാം ആ കപ്പലുമായിട്ട് ജൂദി പർവ്വതത്തിൻ്റെ സമീപത്തേക്ക് നീങ്ങുകയാണ്. അവിടെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല കപ്പലിറങ്ങാൻ കൽപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ ഭൂമിയിലെ വെള്ളം വറ്റാൻ വേണ്ടിയിട്ട് അവരുടെ കാത്തിരിപ്പ് നീളുകയാണ്. ദിവസങ്ങളുടെ കാത്തിരിപ്പ് തുറന്നു. ഭൂമിയിലെ മുഴുവനും വെള്ളം വറ്റിത്തീരാൻ വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. അങ്ങനെ വെള്ളം മുഴുവനും ജൂദി പർവ്വതത്തിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് വറ്റിത്തീർന്നോ എന്നറിയാൻ വേണ്ടി നൂഹ് നബി അലൈഹി സ്വലാം കാക്കയെയും പ്രാവിനെയും ആ ഭൂമിയിലേക്ക് പറഞ്ഞയക്കുകയാണ്. കാക്ക ഉടനെ അവിടെ എത്തുകയും കാക്ക അവിടെ തടിച്ചുകൂടിയിരുന്ന ആ മൃതശരീരങ്ങളൊക്കെ കൊത്തിവലിക്കുകയും ഈ നൂഹ് നബി അലൈഹി സ്വലാം പറഞ്ഞയച്ച ദൗത്യം മറന്നു പോവുകയും ചെയ്തു. പ്രാവ് ഉടനെ ഒരു ഒലീവ് ചില്ലയുമായിട്ട് തിരിച്ചു വരുന്നു. അപ്പോൾ വെള്ളം വറ്റിയിട്ടില്ല, മുഴുവനും വറ്റിയിട്ടില്ല എന്ന് മനസ്സിലാവുന്നു. ശേഷം വീണ്ടും ഒരിക്കൽ കൂടെ പ്രാവിനെ പറഞ്ഞേക്കുമ്പോൾ അത് തിരിച്ചു വരുന്നത് അതിൻ്റെ കാലിൽ പറ്റിയിട്ടുള്ള മണ്ണ് നൂഹ് നബി അലൈഹി സ്വലാം ശ്രദ്ധിക്കുകയാണ്. അങ്ങനെ പ്രാവ് ആ നൂഹ് നബി അലൈഹി സ്വലാമിന് വലിയ പ്രശംസ പിടിച്ചു പറ്റുകയും അങ്ങനെ വെള്ളം മുഴുവനായി ഭൂമിയിൽ നിന്ന് വറ്റിപ്പോയിട്ടുണ്ടെന്ന് മനസ്സിലാവുകയും ചെയ്യുന്നു. അങ്ങനെ അത്രയും ആളുകളെയും ആ മൃഗങ്ങളെയും മുഴുവനും ഭൂമിയിലേക്ക് തുറന്നു വിടുകയും അവർ മുഴുവനും അതിലേക്ക് ഇറങ്ങിപ്പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നീട് മനുഷ്യകുലത്തിൻ്റെ ചരിത്രം തുടങ്ങുന്നത് ഈ നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ ഈ വന്ന ഈ 80 ആളുകളുമായിട്ടാണ്. കാരണം അന്ന് ഭൂമിയുടെ മറ്റു പ്രദേശങ്ങളിലൊന്നും ജനതാമസം ഉണ്ടായിരുന്നില്ല. ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയതുപോലെ ഇത് ഭൂമി മുഴുവനും ബാധിക്കുന്ന ഒരു പ്രളയമായിരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വസ്തുത എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ പ്രളയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെയും അത് ലോകം മുഴുവനും നടന്ന ഒരു പ്രളയമായിട്ട് നമ്മൾ ചിന്തിക്കാറുണ്ട്. പക്ഷേ അതല്ല, കേവലം ആ പ്രദേശത്ത് മാത്രമുണ്ടായിരുന്ന ഒരു പ്രളയമാണത്. അതിലേറ്റവും വലിയ തെളിവെന്തെന്ന് വെച്ചാൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്, ഭൂമിയിലെ മുഴുവൻ മൃഗങ്ങളെയും അതിൽ കൊള്ളിക്കാൻ മാത്രം അതിന് സാധ്യമല്ല. മാത്രമല്ല ആ പ്രദേശത്തില്ലാത്ത ഒരുപാട് മൃഗങ്ങൾ, ഇപ്പോൾ ഇറാഖിനെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന സിംഹം, ജിറാഫ് എന്ന ജീവികളൊക്കെ ആ പ്രദേശത്ത് ഒരിക്കലും അതിൻ്റെ ഭൂമിശാസ്ത്രപരമായി നിലനിൽക്കാത്ത ജീവികളാണ്. അതൊന്നും ഇവിടേക്ക് എത്തിയിട്ടില്ല. ഇന്നും അതിൻ്റെ ഇനങ്ങളൊക്കെ നിലനിൽക്കുന്നുമുണ്ട്. അതോടുകൂടി നമുക്ക് മനസ്സിലാകുന്നതാണ് അത് ആ പ്രദേശത്ത് മാത്രം നിലനിന്നിരുന്ന ഒരു പ്രളയമായിരുന്നു എന്നത്. നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ പ്രളയം പറയുമ്പോൾ തീർച്ചയായും മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടി അതാണ്. അങ്ങനെ ആ പ്രദേശത്ത് മാത്രം നിലനിന്നിരുന്ന ഒരു പ്രളയമായിരുന്നു അത്. അങ്ങനെ ആ പ്രളയം അവിടെ അവസാനിക്കുകയും നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ മക്കളായിരുന്ന സാം, ഹാം, യാഫീസ് എന്നീ 3 മക്കൾ വഴിയാണ് പിന്നീട് മനുഷ്യകുലത്തിൻ്റെ ചരിത്രം ഇവിടെ ആരംഭിക്കുന്നത് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. സാം എന്നുള്ളത് പിന്നീട് അറബികളുടെ പിതാവായിട്ട് വരുന്ന ആളാണ്, അഥവാ ഏഷ്യക്കാരുടെ പിതാവായിട്ട് വരുന്ന ആളാണ് ഈ സാം എന്നുള്ളത്. ഹാം എന്നുള്ളത് ഹബശികളുടെ അഥവാ ആഫ്രിക്കക്കാരുടെ പിതാവായിട്ട് വരുന്ന ആളാണ് ഈ ഹാം എന്ന ആള്. പിന്നീട് യാഫീസ് എന്നുള്ള ആളുടെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം യൂറോപ്യൻസിൻ്റെ റോമുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ പിതാവായിട്ട് വരുന്ന ആളാണ്. കേവലം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട 3 ഭൂഖണ്ഡവും അതിൻ്റെ ആളുകൾ. പിന്നീട് വന്ന ആളുകളൊക്കെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇവരിൽ നിന്ന് കുടിയേറിപ്പാർത്ത ആളുകളാണ് പിന്നീടുണ്ടായത്. അതുകൊണ്ട് തന്നെ മനുഷ്യകുലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ബിംബങ്ങളായിട്ട് സാം, ഹാം, യാഫീസിനെ നമുക്ക് കാണാൻ സാധിക്കും. നൂഹ് നബിയുടെ മക്കളായിരുന്നത് പ്രളയശേഷം
ഇവർ പിന്നീട് മനുഷ്യകുലത്തിൻ്റെ ഒരു ചരിത്രം ആരംഭിക്കുന്നത് തന്നെ നൂഹ് നബിയുടെ കൂടെയാണ്. നൂഹ് നബിയുടെ ചരിത്രമാണ് പിന്നീട് ലോക ചരിത്രമായിട്ട് മാറിയത് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് ഈ സംഭവത്തിലൂടെ വായിച്ചെടുക്കാനാവും. അങ്ങനെ ഈ അറാറത്ത് പർവ്വതം അഥവാ ഈ ജൂതി പർവ്വതം രണ്ടും ഒരു പർവ്വതമാണ്. ആ പർവ്വതത്തിൽ അവർ കപ്പലിറങ്ങുകയും അങ്ങനെ അവിടെ ഒരു ഗ്രാമങ്ങളായിട്ട് ഈ 80 ആളുകൾ താമസിക്കുകയും പിന്നീട് ആ ഗ്രാമം സമാനൂൻ എന്ന പേരിൽ, അത് 80 എന്നാണ് അതിൻ്റെ അറബിയിൽ അർത്ഥം, ആ സമാനൂൻ എന്ന പേരിലാണ് ആ ഗ്രാമം അല്ലെങ്കിൽ ആ താഴ്വര പിന്നീട് അറിയപ്പെടുന്നത്. ഖതാദ റളിയല്ലാഹു അൻഹുവിന്റെ റിപ്പോർട്ട് പ്രകാരം റജബ് 10-നാണ് അവരെല്ലാവരും കപ്പലിൽ കയറി ഈ പ്രളയം ആരംഭിക്കുന്നത്. ശേഷം 150 ദിവസമാണ് ഈ പ്രളയം നീണ്ടു നിന്നത്. ജൂതി പർവ്വതത്തിൽ അവർ 1 മാസം ഈ വെള്ളം തങ്ങാൻ വേണ്ടിയിട്ട്, വെള്ളം ഇറങ്ങാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഖതാദ റളിയല്ലാഹു അൻഹുവിന്റെ റിപ്പോർട്ട്. അഥവാ 150 ദിവസമാണ് പ്രളയം നിലനിന്നിരുന്നത് എന്ന്. നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ജീവിതം ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അദ്ദേഹത്തിന് നേര പോലും ബാധിച്ചിരുന്നില്ല. 950 വർഷക്കാലമാണ് അദ്ദേഹം പ്രബോധനം നടത്തിയത്. 1000 വയസ്സ് അതിൻ്റെ മുകളിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ആയുസ് എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ പല്ലുപോലും കൊഴിയാതെ വളരെ ഊർജ്ജസ്വലനായിക്കൊണ്ട് വളരെ യുവത്വം അപ്പോഴും നിറഞ്ഞു നിന്നിരുന്ന ഒരു മനുഷ്യനായിരുന്നു നൂഹ് നബി അലൈഹി സ്വലാം എന്ന് നമുക്ക് ചരിത്രങ്ങളിലൂടെ വായിച്ചെടുക്കാനാവും. 43 തവണയാണ് ഈ നൂഹ് നബി അലൈഹി സ്വലാമിനെ ഖുർആൻ പേരെടുത്ത് വിശേഷിപ്പിച്ചിട്ടുള്ളത്. ആ ചരിത്രത്തിൻ്റെ പല ഏടുകളും ഖുർആനിലൂടെ നമുക്ക് വായിച്ചെടുക്കാനാവും. നൂഹ് എന്ന പേരിൽ തന്നെ ഒരു സൂക്തം ഖുർആനിലൂടെ നമ്മളെ തേടിയെത്തുന്നുണ്ട്. മാത്രമല്ല നൂഹ് നബി അലൈഹി സ്വലാമിനെ സംബന്ധിച്ചിടത്തോളം ഈ കപ്പൽ നിർമ്മാണത്തിൽ അദ്ദേഹം അതിൻ്റെ പിതാവായിട്ടാണ് പിന്നീട് ലോകത്തുടനീളം അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ കപ്പലിനെ നിർമ്മിച്ചത് എന്നതിൽ വളരെ വലിയ യുക്തിയും പാഠങ്ങളും ഇന്ന് ആധുനിക കാലവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. കാരണം ഭൂമിയുടെ 3 ഭാഗവും കടലാണ്. ആ 3 ഭാഗവും നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ ഇതുപോലെയുള്ള ഒരു കപ്പലിൻ്റെ വലിയ അതിൻ്റെ ആവശ്യകത മുന്നിലുണ്ട്. ഇത്രയും ടണ്ണ് കണക്കിന് ഭാരം ചുമന്നുകൊണ്ട് രാജ്യാതിർത്തികൾക്കപ്പുറത്തേക്ക് ഈ വസ്തുക്കളുടെ ചരക്കുകൾ കൈമാറ്റം കാര്യമായിട്ട് നടക്കുന്നത് കപ്പൽ മുഖേനയാണ്, അത് തുറമുഖങ്ങൾ വഴിയാണ് എന്നുള്ളത് നമുക്ക് വളരെ സുപരിചിതമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ കപ്പലിൻ്റെ നിർമ്മാണവും അതിൻ്റെ ബന്ധപ്പെട്ടുള്ള കാര്യമൊക്കെ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബി അലൈഹി സ്വലാമിനെ പഠിപ്പിച്ചു കൊടുക്കുകയും നൂഹ് നബി അലൈഹി സ്വലാം അതിൻ്റെ പിതാവായി അറിയപ്പെടുന്നതിന് പിന്നിലൊക്കെ ഇതുപോലെയുള്ള വലിയ യുക്തികളുണ്ട് എന്ന് നമുക്ക് വളരെയധികം ബോധ്യപ്പെടുന്ന കാര്യമാണ്. സെമിറ്റിക് മതങ്ങളുടെ പിതാവായിട്ട് പിന്നീട് സാം അറിയപ്പെടുന്നുണ്ട്. പിന്നീട് കാലഘട്ടങ്ങൾ തുടർന്നു പോകുന്നു, ഇവരാണ് ഇതിൻ്റെ പിതാമഹന്മാരായിട്ട് അറിയപ്പെടുന്നത്. അപ്പോൾ കപ്പലിൽ ബാക്കിയുണ്ടായിരുന്ന ആളുകളുടെ വംശപരമ്പരയെ പറ്റി ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് ചരിത്രത്തിൽ. ആ പരമ്പരകളിൽ നിന്നുള്ള ആളുകളൊക്കെ പരമ്പരകൾ ക്രമേണ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് ആ ചോദ്യങ്ങൾക്കുള്ള എല്ലാ ഉത്തരവും. ഈ സാം ഹാം യാഫിസ് തുടർന്നുള്ള പരമ്പരകളാണ് പിന്നീട് ചരിത്രത്തിൽ ഉടനീളം ഈ മനുഷ്യകുലത്തിൻ്റെ ചരിത്രമായിട്ട് നമ്മളെല്ലാവരും കാണുന്നത്. പിന്നെ കേവലം ഈ കപ്പലിൻ്റെ ശാസ്ത്രീയമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഒരുപാട് പറയാം. എങ്ങനെയാണ് ഇത്രയും വലിയൊരു കപ്പൽ എങ്ങനെയാണ് ആ ജല ഉപരിതലത്തിൽ പൊന്തിക്കിടക്കുന്നത്, അതിൻ്റെ സയൻറ്റിഫിക് വശങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ 950 വർഷക്കാലം ജീവിച്ച് പ്രബോധനം നടത്തി അത്രത്തോളം പീഡനാനുഭവങ്ങൾ നേടിയ പ്രവാചകൻ പറയുന്നത് പോലെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, ഇത്രത്തോളം ക്രൂശിക്കപ്പെട്ട, ഇത്രത്തോളം പീഡിപ്പിക്കപ്പെട്ട, ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട മറ്റൊരു പ്രവാചകനില്ല എന്ന് പറയുന്ന പോലെ ഇത്രത്തോളം വർഷക്കാലം അദ്ദേഹം അതിദാരുണമായ പീഡനാനുഭവങ്ങളിലൂടെ കടന്നുപോയി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ഏറ്റവും മഹത്തരമാക്കുന്ന, അള്ളാഹുവിൻ്റെ അടുത്ത് അദ്ദേഹത്തിൻ്റെ അത്രയും സ്ഥാനമുയർത്തുന്ന ഒരു കാര്യം. ക്ഷമയുടെ വലിയ നന്ദിയുള്ള അടിമ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബി അലൈഹി സ്വലാമിനെ പറ്റി പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ കൂടെ നാളെ നമ്മളെയും അവൻ്റെ ജന്നാത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു മനോഹരമായ ചരിത്ര സംഭവമായിട്ട് നമുക്ക് വീണ്ടും ഒരുമിച്ചിരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.